ജി വി ടോക്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ചു വന്ന വിഷയത്തിൻ്റെ അടുത്തൊരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ ഒരു ബന്ധത്തിനകത്ത് വിശ്വാസങ്ങൾ പലപ്പോഴും ടോക്സിക് ആകുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. ഒരു പക്ഷേ അത് സംശയരോഗത്തിലേക്ക് നമ്മളെ നയിക്കാം എന്ന ചിന്തകളിലേക്ക് നമ്മൾ കടപ്പാനിടയായി. അപ്പോൾ തന്നെ എന്താണ് സംശയരോഗം, നിങ്ങൾക്ക് സംശയരോഗമുണ്ടോ എന്ന ഒരു ചിന്ത നമ്മൾ മുമ്പോട്ട് വെച്ചു. അപ്പോൾ തന്നെ സംശയരോഗങ്ങൾ അതിൻ്റെ നിഗമനങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൊടുത്ത പല എക്സാമ്പിളുകളും പലർക്കും യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് സംശയരോഗങ്ങളുണ്ടോ എന്നൊരു ചിന്തയിലേക്ക് വരാൻ ഇടയായി തീർന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒത്തിരി പേര് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അതിൽ പലതും സംശയരോഗങ്ങളായി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നവയാണ് എന്നുള്ള വസ്തുത ഞാൻ മറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതെല്ലാം തരത്തിൽ സംശയരോഗങ്ങളുണ്ട് എന്ന ഭാഗം നിങ്ങളോട് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായും ഡെല്യൂഷണൽ ഡിസോർഡർ എത്ര തരത്തിലുണ്ട് എന്നുള്ളതിനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഓരോ പ്രാവശ്യവും ശാസ്ത്രം അഭിവൃദ്ധി പ്രാപിക്കുന്നതനുസരിച്ച് വിവിധ തരത്തിലുള്ള സംശയരോഗങ്ങളുടെ വ്യത്യസ്ത രൂപഭാവങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ പൊതുവായിട്ടുള്ള ഒരു 5 തരം സംശയരോഗങ്ങളെ നമ്മൾ ഇന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു കാര്യം തുറന്നു പറയാം, സത്യത്തിൽ നമ്മൾ ഞെട്ടിപ്പോകും. ഒരു പ്രശ്നവും ഇല്ലെന്ന് നമ്മൾ കരുതുന്ന പലരും ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ തുടങ്ങും. അത് മനസ്സിലാക്കുന്നത് അവർക്കും നമുക്കും ഒരുപോലെ നല്ലതാണ്. തുടങ്ങുമ്പോൾ സംശയരോഗം എന്താണെന്ന്, നിങ്ങൾക്ക് സംശയരോഗം ഉണ്ടോ എന്നറിയാൻ വളരെ ഇൻഡെപ്തായിട്ട് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് കേൾക്കുക. അത് കേട്ടതിന് ശേഷം 2ാം ഭാഗമായിട്ട് ഇത് ശ്രദ്ധിക്കണം എന്ന് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. എങ്കിലും തുടങ്ങുമ്പോൾ ഒരു പദം പറയാം. എന്താണ് സംശയരോഗം? ഡെല്യൂഷണൽ ഡിസോർഡർ എന്നാൽ എന്ത്? ഇറ്റ് ഈസ് എ കണ്ടീഷൻ വെയർ എ പേഴ്സൺ ഹോൾഡ്സ് ഫേം ബിലീഫ്സ് ദാറ്റ് ആർ ഫോൾസ് യെറ്റ് ഫീൽസ് കംപ്ലീറ്റ്ലി റിയൽ ടു ദം. എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാര്യം അത് അവരുടെ ഹൃദയത്തിനകത്ത് ആഴമായി അവർ വിശ്വസിക്കുന്നു, പക്ഷേ എന്നാൽ അത് സത്യമല്ല. ഇതാണ് ഡെല്യൂഷണൽ ഡിസോർഡർ എന്ന് പറയുന്നത്. അത് ഒരിക്കലും ഒരു ഇമാജിനേഷൻ അല്ല. ദിസ് ഈസ് നോട്ട് ആൻ ഇമാജിനേഷൻ. അതൊരു കൺഫ്യൂഷൻ അല്ല. ദിസ് ഈസ് നോട്ട് കൺഫ്യൂഷൻ. ദിസ് ഈസ് സംതിങ് വിച്ച് ഈസ് എ കൺവിക്ഷൻ വിത്തൗട്ട് എവിഡൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ എന്തെങ്കിലും ഒരു സംശയങ്ങളെയോ കൺഫ്യൂഷനുകളെയോ അല്ല, എന്തെങ്കിലും ഒരു ഇമാജിനേഷനെയോ അല്ല സംശയരോഗം എന്ന് പറയുന്നത്. പകരം സത്യമല്ലാത്ത ഒന്നിനെ പൂർണ്ണമായും സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമയത്തെയാണ് നമ്മൾ സംശയരോഗം എന്ന് പറയുന്നത്. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി ഇടുന്നത് നന്നായിരിക്കും. ഒട്ടും സമയം കളയാതെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. ആദ്യത്തെ ഡെല്യൂഷൻ എന്ന് പറയുന്നത് പെർസിക്യൂട്ടറി ഡെല്യൂഷനാണ്. എന്താണ് പെർസിക്യൂട്ടറി ഡെല്യൂഷൻ? വളരെ സിമ്പിളായി ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ അർത്ഥം അവർ എനിക്കെതിരാണ് എന്നുള്ള ചിന്തയാണ്. ദേ ആർ എഗെൻസ്റ്റ് മീ എന്നൊരു ചിന്ത. എന്ന് പറഞ്ഞാൽ എപ്പോഴും 3 കാര്യങ്ങൾ നമുക്ക് ചിന്ത വന്നുകൊണ്ടേയിരിക്കും. ദേ ആർ ട്രൈങ് ടു ഹാം മീ, ദേ ആർ ഡൂയിങ് സ്പൈ ഓൺ മീ, ദേ ആർ ട്രൈങ് ടു ട്രാപ്പ് മീ എന്ന് ഒരു ചിന്ത നമ്മുടെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കും. എന്നിവിടെ ഒറ്റ വാക്കോടെ പറഞ്ഞാൽ, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് തോന്നുകയാണ്, എന്നെ മനഃപൂർവ്വം ഈ കമ്പനി എന്ന് പറഞ്ഞു വിടാൻ അവർ നോക്കുന്നു.
എന്നൊരു ചിന്ത അവരുടെ അകത്തേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ പലരും സംസാരിക്കുന്നത് എന്നെക്കുറിച്ചാണ്, അതെന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്ന ഒരു ഭാഗം. ഇത് ഞാൻ കുറച്ച് ആത്മീയതകളിലേക്കൂടെ ചേർത്ത് പറഞ്ഞാൽ, ഈ ആളുകളെല്ലാം ഞാൻ നശിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരാൾ നല്ലൊരു ചായ കൊണ്ട് തന്നാൽ പോലും അതിനകത്ത് ആഭിചാരം ഉണ്ടോ എന്ന് ചിന്ത വരുന്നു. ഒരു കാര്യമില്ലാതെ എനിക്കവർ ഉപദ്രവം ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ പൊതുവേ മലയാളിയുടെ ഒരു ഭാഗമുണ്ടല്ലോ, കൂടോത്രം, ഗൂഢസൂത്രം എന്നാണ് അതിൻ്റെ യഥാർത്ഥ വാക്ക്. നമ്മൾ പറഞ്ഞതിനെ കൂടോത്രമാക്കി. ഈ ചെയ്യുന്നതെല്ലാം എനിക്കെതിരാണ്. നിങ്ങളുടെ വിശ്വാസത്തെ അനുകൂലിക്കാത്ത ഒരാൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്നേഹത്തോടെ തന്നാലും അത് എൻ്റെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ വരിക. ഇതാണ് പെർസിക്യൂട്ടറി ഡെല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. ഇത് നിമിത്തം കോൺസ്റ്റൻറ്റ് ഫിയർ ആൻഡ് ആൻസൈറ്റി റൈസസ് ഇൻ യുവർ ലൈഫ്. വളരെ ആഴമായ ഭയം, ഉത്കണ്ഠ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. 2, ഇറ്റ് വിൽ ലീഡ്സ് ടു ആൻ ഐസൊലേഷൻ ഫ്രം ദ സൊസൈറ്റി. എല്ലാവരുമായിട്ടും സഹകരിക്കുന്നിടത്ത് നിന്ന് നമ്മൾ പുറമോട്ട് മാറും. 3, there is a chance that a trust issue may be arise among the family and the colleagues where we work. ആ വർക്ക് പ്ലേസ് മൊത്തം ഇറിറ്റേറ്റഡ് ആകും. കാരണം അവർ എനിക്കെതിരെ ചെയ്യുകയാണ്, അവർ എനിക്കെതിരെ സംസാരിക്കുകയാണെന്നൊരു ചിന്തയിലേക്ക് നമ്മൾ വരും. ഇതിൻ്റെ ഏറ്റവും പ്രശ്നമുള്ളൊരു ഭാഗം എന്ന് പറയുന്നത്, അത് വളരെ അല്പം ഇടങ്ങളിലേ കാണാറുള്ളൂ. There is a chance that a person having a persecutory delusion can become most aggressive person in self-defense. സ്വയം പ്രതിരോധത്തിന് വേണ്ടി അവർ ഏറ്റവും അക്രമകാരികളായി എന്ന് വരാം. ശ്രദ്ധിക്കൂ, ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ തകർച്ചയ്ക്ക് വേണ്ടി എല്ലാവരും നോക്കുന്നു, എന്നെ ഇല്ലാതാക്കാൻ എല്ലാവരും ശ്രമിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയണം. എല്ലാത്തെയും സംശയത്തെ കാണാൻ കഴിയുന്നതെങ്കിൽ, നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കകത്തും നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെ എലിമെൻ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം അകത്തോട്ട് തിരിച്ചറിഞ്ഞോണം. യു ആർ നോട്ട് റിയാക്ടിങ് ടു റിയാലിറ്റി, റാദർ റിയാക്ടിങ് ടു എ സ്റ്റോറി ക്രിയേറ്റഡ് ഇൻ ദ മൈൻഡ്. നിങ്ങളുടെ മനസ്സ് തന്നെ രൂപീകരിച്ച എന്തോ ഒരു ചിന്തയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്ന ചിന്ത. 2ാമത്തെ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അതിനെ ജലസ് ഡെല്യൂഷൻ എന്ന് പറയാം. ജലസ് ഡെല്യൂഷൻ, അതിനെ മനസ്സിലാക്കാൻ ഒറ്റവാക്കി പറഞ്ഞാൽ, ഐ നോ ദാറ്റ് യു ആർ ചീറ്റിംഗ് മീ എന്ന ഒരു ചിന്ത. എന്ന് പറഞ്ഞാൽ തൻ്റെ പങ്കാളി തന്നെ ചതിക്കുന്നു എന്ന ചിന്ത, തൻ്റെ പങ്കാളി താനുമായിട്ട് ഉള്ള ബന്ധത്തിൽ വിശ്വസ്തനല്ല എന്ന ചിന്ത. ഞാനതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു അനുഭവം ഒരു മെൻ്റലിസ്റ്റ് ഒരിക്കൽ പറഞ്ഞത് ഞാൻ കേട്ടത് ഞാനൊന്ന് പറയാം. ഒരു വ്യക്തി, ഭാര്യ തൻ്റെ ഭർത്താവിനൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ആ ഭർത്താവ് അപ്പോൾ കാണുന്നില്ല. ചില മിനിറ്റുകൾക്ക് ശേഷമാണത് കാണുന്നത്. പക്ഷേ അതേ സമയം തന്നെ താൻ ഫേസ്ബുക്കിൽ ഓൺലൈനായിട്ടിരിക്കുന്നു എന്ന് ഭാര്യ മനസ്സിലാക്കി. അപ്പം തൊട്ട് ഭാര്യയുടെ മനസ്സിലൊരു ചിന്ത വന്നു, എന്നേക്കാൾ ഇമ്പോർട്ടൻ്റായ ആരോടോ ആണ് ഈ വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ചിന്ത തന്നെ അലട്ടാൻ തുടങ്ങി. താനിത് നിരന്തരമായി നോക്കിയപ്പോൾ രാത്രി സമയങ്ങളും എല്ലാ സമയങ്ങളും ഈ ഫേസ്ബുക്കിനകത്ത് ഈ വ്യക്തി ഓൺലൈനായിട്ടായിരിക്കുന്നത്. പക്ഷെ താൻ ഓൺലൈനാണെന്ന് പറയുമ്പോഴും താൻ അയക്കുന്ന വാട്സാപ്പ് മെസ്സേജുകൾക്ക് പലതിനും താൻ എന്ത് ചെയ്യുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല, പലപ്പോഴും കാണാറ് പോലും ഇല്ല. അപ്പോൾ തനിക്ക് മനസ്സിലായി, വാട്സാപ്പ് അല്ല താൻ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്, താൻ സംസാരിക്കുന്നത് ഫേസ്ബുക്കിലാണ്. അങ്ങനെ ആ ഭാര്യ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഭർത്താവിന് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അപ്പോഴും ഓൺലൈൻ ആയിട്ടും തൻ്റെ മെസ്സേജ് ഭർത്താവ് എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ഇത് തന്നെ വല്ലാതെ ഒരു ചിന്തയിലേക്ക് എത്തിച്ചു, എൻ്റെ ഭർത്താവ് എന്നെ ചീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെ താൻ എന്ത് ചെയ്യുന്നറിയാമോ, ഭർത്താവ് ഇടുന്ന പോസ്റ്റുകളെല്ലാം പോയി ചെക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു 10-15 പോസ്റ്റുകൾ ഒരുമിച്ച് ചെക്ക് ചെയ്തപ്പോൾ അതിൽ ഒരു
2-3 പേരെ, സ്ത്രീകളെ കോമൺ ആയിട്ട് ഈ പോസ്റ്റുകൾക്ക് ലൈക്ക് ചെയ്യുന്ന ആളെ കണ്ടുപിടിക്കാൻ തുടങ്ങി. ആ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് തനിക്ക് 3 പേരുടെ പേരിലേക്ക് തനിക്ക് എത്താൻ പറ്റി. അപ്പം അതിനുശേഷം അടുത്ത ദിവസങ്ങൾ നോക്കിയപ്പോൾ ഈ 3 പേരിൽ ഒരാൾ എല്ലാ സമയവും ഓൺലൈനാണെന്ന് മനസ്സിലായി. അങ്ങനെ താനൊരു തീരുമാനത്തിലേക്കെത്തി. ഈ വ്യക്തിയുമായിട്ടാണ് തൻ്റെ ഭർത്താവിന് എന്തുള്ളത്, തെറ്റായ റിലേഷനുള്ളത്. സംഭവിച്ചത് എന്തെന്നറിയാമോ? താൻ ആ വ്യക്തിയെ കണ്ടെത്താൻ ശ്രമിച്ചു. ആ വ്യക്തി താമസിക്കുന്ന സ്ഥലം, അത് വീട്, അവരെന്താണ് കാര്യങ്ങൾ എന്നെല്ലാം കണ്ടുപിടിച്ചിട്ട് തൻ്റെ സ്നേഹിതരുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പലരുടെ സഹായത്തോടെ ആ വ്യക്തിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി. ആ പെൺകുട്ടിയുടെ ഭർത്താവിനെ ഇവർ വിവരം അറിയിച്ച് അത് അവിടെയും ഒരു സംശയത്തിൻ്റെ എലമെൻറ്റിനെ ഉണ്ടാക്കി. ആകപ്പാടെ പ്രശ്നങ്ങളായി. വിഷയം പോലീസ് സ്റ്റേഷനിലെത്തി, അവസാനം കോടതിയിലെത്തി. കോടതി ഒരു കൗൺസിലിങ്ങിന് ഒരാളെ സജസ്റ്റ് ചെയ്തു. കൗൺസിലിങ്ങിലേക്ക് ചെന്നപ്പോഴാണ് ഇവരറിയുന്നത് ഈ 2 പേരും ഫേസ്ബുക്കിനകത്ത് ഈ ഓൾവേസ് ഓൺലൈൻ എന്ന സ്റ്റാറ്റസ് ഓൺ ആക്കിയിട്ടേക്കുക. എന്ന് പറഞ്ഞാൽ അവർ എപ്പോൾ ഇൻ്റർനെറ്റ് അവരുടെ ഡിവൈസ് കണക്റ്റായി കിടക്കുകയാണേലും ആ സമയത്ത് എന്ത് ചെയ്യും, അവർ ആക്റ്റീവ് ആണെന്നുള്ളത് കാണിക്കും. ശ്രദ്ധിക്കണേ, ഇതൊരു വലിയ പ്രശ്നമാണ്. എവിടം വരെ കൊണ്ടുപോയി നോക്കിക്കേ. ഫേസ്ബുക്കിൻ്റെ ഒരു സെറ്റിങ്സ് ഓഫാക്കാൻ വിട്ടുപോയതിൻ്റെ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് മെസ്സേജ് എടുത്ത് നോക്കിക്കോ, നിങ്ങളുടെ പലരുടെയും സെറ്റിങ്സ് ഓൾവേസ് ഓൺ ആയിരിക്കും. പാതിരാത്രിക്ക് എന്തിനാണ് എൻ്റെ ഭർത്താവ് ഈ ഓൺലൈൻ ഇരിക്കും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളവരുണ്ടോ? ഈ പാതിരാത്രിക്ക് ഭാര്യ എന്തിനാണ് ഓൺലൈൻ ഇരിക്കും തോന്നിയവരുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഓൾവേസ് ഓൺലൈൻ എന്ന സ്റ്റാറ്റസ് അത് ആ ഒരു സെറ്റിങ്സ് ഓണായി കിടക്കുമ്പോഴാണ് ചില ഞരമ്പ് രോഗികളില്ലേ, പാതിരാത്രി 12-1 മണിയാകുമ്പോൾ ആരൊക്കെ ഓൺലൈൻ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം മെസ്സേജ് അയച്ചാൽ അവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയുള്ള പലരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ അറിയുന്നുണ്ടോ? ഓൾവേസ് ഓൺലൈൻ എന്ന ആ സെറ്റിങ്സ് അവർ ഓണായി കിടക്കുക. അവരെപ്പോഴേ നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഒരു സംശയരോഗം എവിടം വരെ കൊണ്ടുപോയി എന്ന് നോക്കിക്കേ. ഈ ഒരു ചിന്ത നിങ്ങൾക്ക് വരുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഓരോ തവണയും ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ ഫോൺ എടുത്ത് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നും. ഓരോ പ്രാവശ്യം ഭർത്താവോ ഭാര്യയോ ലേറ്റായിട്ട് വന്നാൽ 100 കൂട്ടം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങും. സാധാരണമായിട്ടുള്ള സ്വഭാവം പോലും എന്നെ ചതിക്കുന്നതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും. ഇത് നിമിത്തം ഉണ്ടാകുന്നത് ടോക്സിക് റിലേഷൻഷിപ്പുകളിലേക്ക് മാറും. എന്ന് പറഞ്ഞാൽ ചിലരുടെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവ് എന്നോട് അവിശ്വസ്തനാണ്, ഭാര്യ എന്നോട് അവിശ്വസ്തയാണ്, പിന്നെ എനിക്ക് പോയാൽ എന്താ, നീ ഇങ്ങനെ ചെയ്തു ഞാനും അങ്ങനെ ചെയ്തു എന്ന രീതിയിലേക്ക് ഒരു പരസ്ത്രീ ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ പരപുരുഷ ബന്ധത്തിലേക്കോ ഒരു ടോക്സിക് റിലേഷൻസിലേക്ക് എത്താനുള്ള സാധ്യത ഇതിനുണ്ട്. 2, ഇമോഷണലി പങ്കാളിയെ അബ്യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യത മുമ്പിൽ കാണുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി കുടുംബജീവിതങ്ങളുടെ തകർച്ചകളിലേക്ക് ഇതെത്താൻ വളരെ സാധ്യതയുണ്ട്. അതിനേക്കാൾ ഒക്കെ ഉപരി ചില സമയങ്ങളിൽ ആ വ്യക്തി, ആ ഭാര്യ അതേ 4-5 പേരെ വിളിച്ച് തയ്യാറാക്കി അവിടെ ഈ മറ്റേ ആ പെൺകുട്ടിയെ കണ്ടെത്താൻ ശ്രമിച്ച സമയത്ത് ഇതിൽ ആരെങ്കിലും ഒരാൾ അഗ്രസീവായി കാണുന്നവരാണെങ്കിൽ പിന്നുള്ള സാധ്യത അവരെ കായികമായി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. സോ ഇതൊരു വയലൻസിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പ്രധാന പ്രശ്നം സ്നേഹം സംശയത്തിന് വഴിമാറുന്നു. അഫെക്ഷൻ, ഒരു ചോദ്യം ചെയ്യപ്പെടലുകൾക്ക് അഫെക്ഷൻ ടേൺസ് ഇൻറ്റു ഇൻ്ററോഗേഷൻസ്, ആ ഒരു ലെവലിലേക്ക് കടന്നു പോകുന്നു. ഇതാണ് ആ തരത്തിലുള്ള ജലസ് ഡെല്യൂഷൻ്റെ പ്രധാന പ്രശ്നമായി കാണുന്നത്. 3ാമത്തെ ചിന്ത ഗ്രാൻഡിയോസ് ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഐ ആം സ്പെഷ്യൽ, അല്ലെങ്കിൽ ഐ ആം സ്പെഷ്യലി ചോസൺ, അല്ലെങ്കിൽ ഐ ആം മോർ പവർഫുൾ ദാൻ അതേഴ്സ് എന്ന ചിന്ത. ഇതിനകത്ത് അവരുടെ മനസ്സിൽ വരുന്നത് ഐ ഹാവ് എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റീസ്, ഐ ഹാവ് ആൻ എക്സ്ട്രാ ഓർഡിനറി ഐഡൻറ്റിറ്റി, ഐ ഹാവ് ആൻ എക്സ്ട്രാ ഓർഡിനറി ഇമ്പോർട്ടൻസ് ഇൻ ദ സൊസൈറ്റി. എന്ന് പറഞ്ഞാൽ ഇത് വളരെ കൂടുതലായി കാണാൻ സാധ്യതയുള്ളത് ആധ്യാത്മിക മേഖലയിൽ നിൽക്കുന്നവരാണ്. ഞാനൊരു പാസ്റ്ററാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നാളെ ഞാനങ്ങ് ചിന്തിക്കുകയാണ്, മറ്റുള്ള പാസ്റ്റർമാരെക്കാൾ
എനിക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്. മറ്റാർക്കും ദൈവവുമായിട്ടുള്ള ബന്ധത്തേക്കാൾ അധികം എനിക്കൊരു ഭയങ്കര ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റാരോടും പറയാത്ത കാര്യങ്ങൾ ഞാനും ദൈവവുമായിട്ട് എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കേട്ടു. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഞാൻ ജസ്റ്റ് ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്നതേ ഉള്ളൂ, ഞാൻ ഇന്നത്തെ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ സ്വർഗത്തിലേക്ക് പോകും, അവിടെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, മറ്റൊരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആ രാജ്യവുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ ദൈവവുമായി ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് അത് ദൈവവുമായിട്ട് സംസാരിച്ച ശേഷം ദൈവത്തിന് പുള്ളി ഐഡിയ കൊടുക്കുക. ദൈവത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ. ദൈവത്തിന് ഐഡിയ കൊടുക്കുക, അതങ്ങനല്ല, ഇതിങ്ങനെ വേണം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം വാർ നടക്കുന്ന സമയമല്ലേ, ഈ വാർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്രോളിന് വില കൂടും, ഇതാണെന്ന് ദൈവത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു അവരവർക്ക് തന്നെ തോന്നുക. നമ്മളില്ലേ നടത്താറുണ്ട് ചില സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ, ചിലപ്പോൾ തലപ്പത്തൊക്കെ ഇരിക്കുന്ന ഉടനെ ഞാനാണ് ഇതെല്ലാം, ഇതിൻ്റെ എല്ലാം ഞാനാണ്, എനിക്ക് ശേഷം പ്രളയം എന്നൊക്കെയുള്ള ചിന്തകൾ വരും. അപ്പോൾ തന്നെ അതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും അത് ഞാൻ ചെയ്തതാണെന്നുള്ള ചിന്ത വരും. അവിടെ തുടങ്ങിയത് ഞാനാണ്, അത് ഞാൻ നിമിത്തം വന്നതാണ്. ഇപ്പം വിദ്യാഭ്യാസത്തെക്കുറിച്ച് അത് ഞാൻ പഠിച്ചതാണ്, എല്ലാം ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി ഇങ്ങനെയുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അവരുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമാണ്. അതിനെയാണ് ഗ്രാൻഡിയോസ് ഡെല്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കൊണ്ടേ പലതവണ പല കാര്യം സംസാരിക്കുമ്പോൾ ഏത് പറഞ്ഞാലും അതിനകത്ത് ഞാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനും കൂടെ ഈ ഒരു കഥാപാത്രത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ, ഒരു പേര് ഞാൻ പറഞ്ഞു, ഒരു കണാരൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെക്കുറിച്ചുള്ള ഒത്തിരി റീലുകൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. പുള്ളി പറഞ്ഞ തള്ളലുകൾ, നമ്മൾ ഈ തള്ളലെന്ന് പറയത്തില്ലേ, അതായതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ ജാലിയൻ വാലാബാഗിൻ്റെ പുള്ളിയായിരുന്നു പേരിട്ടത്. പുള്ളി ഈ ജാലിയൻ വാലാബാഗ് സമയത്ത് എന്താ പറയുക, രക്ഷപ്പെടാൻ വേണ്ടി കമ്പെ കുത്തി ചാടിയ ചാട്ടമാണ് പിന്നെ ഒളിമ്പിക്സിൽ പോൾ വാൾട്ട് എന്നുള്ള പേര് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ അവർക്ക് തന്നെ തോന്നുക അവരൊരു സംഭവമാണ്. ഇവരുടെ ഒരു രീതി അതാണ്. ഇവരെ എല്ലാം അവരുമായിട്ട് കണക്റ്റായി പറയും. അതുകൊണ്ട് അവർക്ക് വലിയ ബന്ധമാണ്. ചിലർ പ്രത്യേകതയാണ്, ആരെ കണ്ടാലും അവരുമായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ടെന്ന് പറയുക. ഒരു ദിവസം ഈ ഒരു സിനി ഫീൽഡ് ഒരു ഫിലിം സ്റ്റാറുണ്ട്, പേര് കൊല്ലം തുളസി എന്ന. അപ്പം ആ വ്യക്തി പറയുകയായിരുന്നു, ഒരു ദിവസം പുള്ളി യാത്ര ചെയ്യുമ്പോൾ ഈ സിനിമാ നടിമാരുടെ സ്വഭാവങ്ങളെല്ലാം മോശമാണ് എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി ഇദ്ദേഹം പറയുകയാണ്, എനിക്കാണെങ്കിൽ കൊല്ലം തുളസിയുമായിട്ട് ബന്ധമുണ്ട്, ഞങ്ങൾ പലതവണ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് കറങ്ങിയിട്ടുണ്ട്, പുള്ളിക്കാരി ഇടപെടാൻ ഭയങ്കര ഭയങ്കര എന്താ പറയുക സോഫ്റ്റാണ് എന്നൊക്കെ പറയുക. പക്ഷേ ഈ പറയുന്ന ആൾക്ക് കൊല്ലം തുളസി എന്ന് പറയുന്നത് ഒരു ലേഡി അല്ല, ഒരു ഫിലിം ആക്ടറാണെന്നുള്ള കാര്യം പോലും പുള്ളിക്കാരന് അറിയത്തില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ പുള്ളിക്ക് അങ്ങ് തോന്നുക അതങ്ങനെയാണ്, ഇതിങ്ങനെയാണെന്നങ്ങ് തോന്നുക. ഈ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഏതാണ്ട് സംഭവമാണെന്ന് ചിന്തയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പാണ് അവർ ആയിരിക്കുന്നൊരു മാനസികാവസ്ഥ ഗ്രാൻഡിയോസ് ഡെല്യൂഷൻ എന്ന ഈ സ്വഭാവത്തിൻ്റെ, ഈ സംശയരോഗത്തിൻ്റെ ഭാഗമാണ്. എനിക്ക് തന്നെ വലുതായിട്ട് ചില പറ്റില്ല, ഞാനൊരു സംഭവം എന്നൊക്കെ പറയത്തില്ലേ, ഞാനല്ല വേറൊരു ഞാനെന്നൊക്കെ പറയുന്ന ആ ഒരു സാഹചര്യം. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ പ്രത്യേകം സൂക്ഷിച്ചോണം. എല്ലാ ഇടങ്ങളിലും കാണും ഇതുപോലത്തെ തള്ളലും മാമന്മാരല്ലേ, തള്ളല് മാമൻ. അവരങ്ങ് തള്ളും, അവർ എന്താ തള്ളാനൊക്കാത്ത. വേണമെങ്കിൽ ഈ എന്താ പറയുക, ഈ ഭൂമി സൃഷ്ടിക്കാൻ നേരത്ത് കർത്താവിന് ഞാൻ ഐഡിയ പറഞ്ഞു കൊടുത്തതെന്ന് പറയുന്ന ആൾക്കാർ വരെയുണ്ട്. ഇവരുടെ പ്രശ്നം എന്താണെന്നറിയാം, ഇതുകൊണ്ടുള്ള എഫക്റ്റ്, ദേ ടേക്ക് പുവർ ഡിസിഷൻസ് ബേസ്ഡ് ഓൺ അൺറിയലിസ്റ്റിക് ബിലീഫ്സ്. യാഥാർത്ഥ്യമല്ലാത്ത പലതിനെയും വിശ്വസിച്ച് ഇവർ വളരെ മോശമായ തീരുമാനങ്ങൾ എടുക്കും. അതാണ് ഒരു വിഷയം. രണ്ട്, അവർ മറ്റുള്ളവരുടെ അഡ്വൈസ് എടുക്കത്തില്ല, അവർക്ക് മറ്റാരും കറക്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. 3, അവർ സാമ്പത്തികമായും സാമൂഹികമായും തകരപ്പെടാൻ സാധ്യതകളുണ്ട്. കാരണം പേരിന് വേണ്ടി അവരെന്തും ചെയ്യും, അവരുടെ പേരില്ലാത്ത കാര്യങ്ങൾക്ക് അവർ ചേർന്ന് നിൽക്കത്തില്ല. ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അതിനേക്കാളൊക്കെ പ്രശ്നം വസ്തുതാപരമായുള്ള ഒരു ചിന്താശക്തി അവർക്കില്ല. ഇതാണ് പ്രശ്നം. എനിക്ക് തന്നെ ഒരു വലിയവനായി തോന്നുന്ന ഒരു സാഹചര്യം. നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെയുള്ള ആൾക്കാരെ ഓർമ്മയുണ്ട്, പരിചയമുണ്ട്? അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം.
ഇതിൻ്റെ യഥാർത്ഥ ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ബിക്കം ഇല്യൂഷൻ. കോൺഫിഡൻസ് നല്ലതാണ്, എന്നെക്കൊണ്ട് കഴിയുമെന്നുള്ള കോൺഫിഡൻസ് നല്ലതാണ്. പക്ഷേ അത് ഇല്യൂഷനായി മാറുമ്പോൾ പർപ്പസസ് ബിക്കംസ് എക്സാഗ്രേഷൻസ്. പർപ്പസുകൾ പലപ്പോഴും അതിശയോക്തികളായി മാറും. നാലാമത്തെ ഒരു ഡെല്യൂഷൻ ഡിസോർഡർ ഞാൻ പറയാം. അതല്പം എന്താ പറഞ്ഞേ, ഒരു വളരെ റെയറായി കാണുന്ന ഒരു സംഭവമാണ്. ഇറോട്ടോമാനിക് ഡെല്യൂഷൻ എന്നാണ് പറയുന്നത്. അത് അവർക്ക് എന്നോട് സ്നേഹമാണെന്നുള്ളൊരു ചിന്ത. ദേ ആർ ഇൻ ലവ് വിത്ത് മീ എന്നോട് പറഞ്ഞാൽ, ഒരു വ്യക്തി ഒരു സെലിബ്രിറ്റി ആകട്ടെ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ ആകട്ടെ, അവർ രഹസ്യമായി എന്നെ പ്രണയിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു, ഞാനില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തോ ദോഷമാണ്, അവർക്ക് എന്നെ വലിയ കാര്യമാണെന്നൊക്കെ പറയും. ചിലരുണ്ടല്ലോ, അറിയാവുന്ന ആരുടെ പേര് പറഞ്ഞാലും പറയും നമ്മുടെ സ്വന്തം ആളാന്ന് പറയും, അല്ലേ? ഇപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്, പുള്ളിയുടെ പേര് പറഞ്ഞ് നടക്കുന്ന എത്ര പേരെ നമുക്കറിയാം, അല്ലേ? ഈ പിണറായി വിജയൻ സഖാവ് ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആയ സമയത്ത് ആദ്യം പറഞ്ഞത്, എൻ്റെ പേര് പറഞ്ഞ് ആരും എന്ത് ചെയ്യാൻ പാടില്ല, ആരുടെ ഇടയിൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞതുപോലെ ഈ ഇപ്പം ഈ ആധ്യാത്മിക രീതിയിലാണെങ്കിലും ബില്ലി ഗ്രഹാം, പിന്നെ നമ്മൾ സ്ഥിരം മെസ്സേജ് അയക്കുന്ന ആളല്ലേ, പെന്നിഹിൻ, അയ്യോ ഇന്നലെ കൂടെ എന്നെ വിളിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അവരങ്ങ് പറയുകയാണ്, അവർക്ക് എന്നെ ഞാനില്ലെങ്കിൽ അവർക്ക് വലിയ പ്രയാസമാണ്, എന്നെ കൂടാതെ അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്നൊരു ചിന്ത അങ്ങ് വരും. എന്നിട്ട് ഇവർക്ക് തന്നെ തോന്നും ഇവരിൽ പലരും ഇവരെ കോണ്ടാക്റ്റ് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ അവരിടുകയാണെങ്കിൽ അത് എന്നെ ഉദ്ദേശിച്ചാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഫാമിലി ബ്രേക്കപ്പിനെ കുറിച്ചോ സ്നേഹമൊന്നും നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോ വല്ലതും ഒരു പബ്ലിക് ഫിഗർ ഒരു പോസ്റ്റ് ഇട്ടാൽ എന്നെക്കുറിച്ചാണ്, ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് എന്നങ്ങ് തോന്നുക അവർക്ക്. മനസ്സിലാകുന്നുണ്ടോ? ഇത് സംഭവിക്കുന്നത്, ഇത് നിമിത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു റിസ്കി ബിഹേവിയർ ഉണ്ടാകും. അതൊരു വലിയ പ്രശ്നമാണ്. ലീഗലായിട്ടുള്ള ഇഷ്യൂസിനകത്ത് അവർ പോയി പെടാനുള്ള സാധ്യത കൂടുതലാണ്. സൊസൈറ്റിയിൽ നിന്ന് അവർ തള്ളപ്പെടും. അതിനേക്കാളൊക്കെ ഉപരി റിയാലിറ്റി കോൺഫ്രണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇമോഷണൽ ക്രാഷ്. നമ്മുടെ പിള്ളേരിൽ യൗവനക്കാരിലൊക്കെ കാണുന്നൊരു പ്രശ്നം ഇതാണ്. പലരും അവരുമായിട്ട് അടുത്ത് ഇടപെടുമ്പോൾ, ഒരു പെൺകുട്ടി ഒരു പയ്യനുമായിട്ട് അടുത്ത് ഇടപെടുമ്പോൾ അവന് മനസ്സിൽ തോന്നുകയാണ് അവൾ എന്നെ പ്രണയിക്കുകയാണെന്ന്. അവനും അങ്ങനെ തന്നെ ആ പ്രണയത്തിലാകുന്നു. ദീർഘനാളുകൾ അടുത്ത് അവരിടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. വിശുദ്ധമായ പ്രണയം. പക്ഷേ ഏറ്റവും അവസാനം ആ പെൺകുട്ടി പറയുന്നു, നീ എനിക്കൊരു ഫ്രണ്ടാണ്. അപ്പം നമ്മളതിനെ പെങ്കൊച്ചിവനെ തേച്ചു എന്നാണ് പറയുക, അല്ലേ? സത്യത്തിൽ ആ പെങ്കൊച്ചി ഇത് അറിഞ്ഞിട്ടില്ല, ആ പെൺകുട്ടി ഇത് അറിഞ്ഞിട്ടില്ല. പകരം ഇവന് തന്നെ തോന്നിയതാണ്, എന്നെ സ്നേഹിക്കുന്നില്ല, പിന്നെ എന്നെ മാത്രം എന്താ വിളിക്കുന്നത്, എന്നോട് മാത്രം എന്താ ഈ മെസ്സേജ് അയക്കാനുള്ള കാരണം. ഇത് താൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഈ ഇമോഷണൽ ക്രാഷ് ആകുമ്പോൾ ഒരു പക്ഷേ ജീവിതം അവസാനിപ്പിക്കാനുള്ള സാധ്യത വരെ ഇതിനകത്തുണ്ട്. ലോൺലിനെസ് ക്യാൻ ക്രിയേറ്റ് ഇമാജിൻഡ് കണക്ഷൻസ്. സോ ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി അഞ്ചാമത്തതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. അതിനെ സൊമാറ്റിക് ഡെല്യൂഷൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തിനകത്തോ പ്രശ്നമുണ്ടെന്നൊരു ചിന്ത. ചെറിയൊരു തലവേദന വന്നാൽ ഉടനെ ബ്രെയിൻ ട്യൂമറാണെന്ന് തോന്നുക, ചെറിയൊരു കൈക്ക് വേദന വന്നാൽ ഉടനെ അസ്ഥികൾക്ക് ബലമില്ലാതെ പോവുകയാണെന്നുള്ള ചിന്ത, ഒരു വയറ്റുവേദന വന്നാൽ ഉടനെ വയറിനകത്തെന്തോ വലിയ കാതലായ പ്രശ്നമാണെന്ന് ചിന്തിക്കുക. ഇനിയും ചെറിയൊരു എന്താ പറഞ്ഞേ, ഒരു സ്ക്രാച്ച് ശരീരത്തിൽ വന്നാൽ തന്നെ സിവിയർ സ്കിൻ ഡിസീസ് ആണെന്ന് ഓർക്കുക. ഇത് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യും, സ്കാനിങ് ചെയ്യും, എന്തെല്ലാം ചെക്ക് ചെയ്താലും ഈ സാധനം കിട്ടാതാകുമ്പോൾ ഡോക്ടേഴ്സിന് മിസ്സായതാണെന്ന് ചിന്തിക്കുക, സ്കാനിങ് മെഷീൻ തെറ്റാണെന്ന് ചിന്തിക്കുക. ഇങ്ങനത്തെയൊക്കെയുള്ള ചിന്തകളുണ്ട്. അതിനേക്കാളുപരി ചിലർക്ക്, ഞാൻ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, ചിലർക്ക് ചിന്തയുണ്ട്, ചിലരുടെ വയറിനകത്തുകൂടെ ചില ജീവികൾ ഓടി നടക്കുന്നതായിട്ട് തോന്നുക. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊരു വലിയ ഗുരുതരമായ ഒരു സാഹചര്യമാണ്, ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. സൊമാറ്റിക് ഡെല്യൂഷൻ എന്നാണ് പറയുക. ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് കൂടെ ഡോക്ടർമാരെ കണ്ടുകൊണ്ടിരിക്കും.
ഇവർക്ക് ആവശ്യമില്ലാത്ത ആൻസൈറ്റിയും സ്ട്രെസ്സും ഭയങ്കരമായിട്ടുണ്ടാകും. ഒരു കാര്യമില്ലാതെ അൺനെസസറി ആയിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങും. അവരെ പല പ്രാവശ്യം അവർക്ക് ഡോക്ടേഴ്സിനെ കണ്ട് ഈ രോഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവർ പിന്നെയും ഡോക്ടേഴ്സിനെ കാണും. ഡോക്ടേഴ്സ് അവർക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാതെ വരുമ്പോൾ ഇവർ ഗൂഗിളിൽ പോയി മെഡിസിൻ കണ്ടുപിടിച്ച് ഇവർ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മെഡിക്കേഷൻ തുടങ്ങാൻ സാധ്യതയുണ്ട്. അടുത്തത് ഇവർക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷനാണ്. കാരണം മെഡിക്കൽ പ്രൊഫഷണൽസിനോട് ഒരു വല്ലാത്ത ഫ്രസ്ട്രേഷനിലേക്ക് അവരെത്തും. അത് വേറെ വിഷയങ്ങളുണ്ട്. ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ രോഗി പറയുന്ന സിംറ്റം അനുസരിച്ചാണ്. പക്ഷേ രോഗി അങ്ങ് ഉറപ്പിച്ച് മനസ്സിൽ ഇങ്ങനെ സിംറ്റംസ് പറയുമ്പോൾ ചിലപ്പം ഡോക്ടേഴ്സ് അതിനും ബന്ധപ്പെട്ട മെഡിക്കേഷൻസ് എഴുതിയെന്നും വരാം. എന്തുകൊണ്ടാണ് ഈ ചിന്തകൾ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്? ദ ബോഡി ബിക്കംസ് എ ബാറ്റിൽ ഫീൽഡ് ഓഫ് ഇമാജിൻഡ് ഇൽനെസ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സൊമാറ്റിക് ഡെല്യൂഷനുള്ള ആളുകൾ വന്ന് കയറാറുള്ളത്. ഞാനിപ്പോൾ 5 ചിന്തകൾ, 5 തരത്തിലെ ഡെല്യൂഷൻസ് നിങ്ങളോട് പറയാൻ ഇടയായി. 1 പെർസിക്യൂട്ടറി ഡെല്യൂഷനാണ്. 2 ജലസ് ഡെല്യൂഷനാണ്. 3 ഗ്രാൻഡിയോസ് ഡെല്യൂഷനാണ്. 4 എറോട്ടോമാനിക് ഡെല്യൂഷനാണ്. 5 സൊമാറ്റിക് ഡെല്യൂഷനാണ്. ഈ 5 തരത്തിലെ ഡെല്യൂഷനാണ് പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഈ സംശയരോഗത്തെ നമ്മൾ അധികമായി, വൈ ദിസ് മാറ്റേഴ്സ് ടുഡേ? നമ്മളെ ആയിരിക്കുന്ന ലോകമെന്ന് പറയുന്നത് ഒരു ഓവർ തിങ്കിങ് വേൾഡിലാണ്. ഇൻ എ വേൾഡ് ഓഫ് ഓവർ തിങ്കിങ് ആൻഡ് കോൺസ്റ്റൻറ്റ് ഇൻപുട്ട്. ഇവിടുത്തെ പ്രശ്നം തോട്ട്സ് ആർ റിപ്പീറ്റഡ്, റെപ്പറ്റീഷൻസ് ബിക്കംസ് ബിലീഫ്, ബിലീഫ് ബിക്കംസ് ട്രൂത്ത്. കണ്ടോ, പലതവണ ആവർത്തിച്ചുള്ള ചിന്തകൾ ഒരു വിശ്വാസമായി മാറും. വിശ്വാസങ്ങൾ പലതവണ പറഞ്ഞ് അത് വസ്തുതയായി മാറും. ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നോട്ട് എവറി തോട്ട് ഡിസേർവ്സ് യുവർ ട്രസ്റ്റ്. നിങ്ങളുടെ ചിന്തകളെല്ലാം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാകാൻ പാടില്ല. സാധാരണ ഒരു സാധ്യത ആം ഐ റൈറ്റ് എന്നാണ്, ഞാൻ ശരിയാണോ എന്നുള്ളതാണ്. പക്ഷേ ഡെല്യൂഷൻ്റെ പ്രശ്നം ഞാൻ തെറ്റാകില്ല, ഐ കനോട്ട് ബി റോങ് എന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്ഥിരമായി ചോദിക്കുക, ഞാൻ പറയുന്നത് ശരിയാണോ, ഞാൻ കേട്ടത് ശരിയാണോ, ഞാൻ കണ്ടത് ശരിയാണോ എന്ന് ചോദിക്കുക. എനിക്ക് തെറ്റ് പറ്റില്ല എന്നുള്ള ചിന്തയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. ദ മോസ്റ്റ് ഡേഞ്ചറസ് ലൈസ് ആർ ടോൾഡ് ബൈ അതേഴ്സ്. ഏറ്റവും വലിയ നുണയെന്ന് പറയുന്നത് മറ്റുള്ളവർ പറഞ്ഞ് പരത്തുന്നതല്ല, ബട്ട് ദ വൺസ് വി കൺവിൻസ് അവർ സെൽഫ് ടു ബിലീവ്. പകരം നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുന്ന വലിയ കാര്യങ്ങളാണ് ഏറ്റവും വലിയ കളവുകളായി മാറാറുള്ളത്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും സംശയരോഗത്തിൻ്റെ ഒരു കുറഞ്ഞ അളവിലെങ്കിലും ആ 5 മേഖലകളിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുന്നു. വെൻ ബിലീഫ് ഓവർറൈഡ്സ് റിയാലിറ്റി, യു സ്റ്റാർട്ട്സ് എൻറ്ററിങ് ഇൻ ടു ഡെല്യൂഷണൽ ഡിസോർഡേഴ്സ്. സഹോദരങ്ങളെ, ഇതിനെന്താണ് പ്രതിവിധി? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. ദയവായി നിങ്ങളുടെ സ്നേഹിതർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതും അവർക്കും അനുഗ്രഹമായി തീരട്ടെ. എല്ലാ തരത്തിലും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രശ്നങ്ങളും സങ്കീർണതകളും ഇല്ലാത്ത നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.